ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പഴയ കാലത്ത് എല്ലാ വീട്ടുകളിലും വേലിയായിട്ടും അലങ്കാരമായിട്ടും ഒക്കെ കൊണ്ടുവന്നതിന് ചെടിയാണിട്ടത്. പണ്ടൊക്കെ ഇതുകൊണ്ടൊക്കെ ആയിരുന്നു അതിരുകളും മതിലുകളൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പം അതെല്ലാവരും മറന്നു. എനിക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു ഓർമ്മ ഉണ്ട്. എൻ്റെ വീട്ടിലും അമ്മൻ്റെ വീട്ടിലൊക്കെ അതേപോലെ വേലി വെച്ചത് ഇതേറ്റ് കുത്തിയിട്ട് അങ്ങനെ എല്ലാ അതിരുമേലും ഇങ്ങനെ ഈ ചെടികൾ കുത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്ത് രസമാണ്, അധികം വെയിലൊക്കെ കിട്ടിയാൽ ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ പേര് ക്രോട്ടൺ പ്ലാന്റ്സ് എന്നാണ് എല്ലാവരും പറയണത്. അപ്പം നമ്മളും ക്രോട്ടൺ എന്നാണ് പറയുക. അന്ന് പുള്ളിച്ചെടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ ചെടികളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പം എന്താണ് പറയുക, ഞാൻ ഈ ചെടികളും കുറേ ഉണ്ടായിട്ട് എൻ്റെ കയ്യിൽ. ഞാനിതും ഇതേപോലെ സംരക്ഷിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സ്ഥലപരിമിതി കൊണ്ട് കുറേ പോയി എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടോ. ഇതൊക്കെ എന്തോ ആയിട്ടുണ്ട്. ഒക്കെ രണ്ടാമത് റെഡിയാക്കി എടുക്കണം. പോയാൽ പിന്നെ എന്തായാലും എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ എല്ലായിടത്തൊന്നും ഉണ്ടാവില്ല. അധികം ആൾക്കാരും ഇപ്പോൾ വീടുകളിൽ നിന്നൊക്കെ ഒഴിവാക്കുകയാണ്. കാരണം വലിയ മരങ്ങളായിട്ട് മാറും അത്. പക്ഷെ നല്ല രസമാണ് കേട്ടോ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഉണ്ടോ ഇതൊക്കെ വലിയ മരങ്ങളായി കഴിയുമ്പം ചെറിയ കുരുവികളൊക്കെ കൂട് വെക്കുന്നൊരു ചെടിയാണ് കേട്ടോ. അതുപോലെ ഇത് നമുക്ക് ശരിക്കും ഇൻഡോറിലും വെക്കാം കേട്ടോ. നല്ല വെയിലൊക്കെ ഉള്ള ഇൻഡോർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോറിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കാം. നല്ല രസമാണ് കാണാൻ. എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ പേഴ്സണലി. പക്ഷേ ഇതിൻ്റെ വെറൈറ്റീസ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം കുറേ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, കുറേ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ കണ്ടോ, ഇതിന് പപ്പട ചെടി എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ എന്തായാലും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ കളക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതിന് ഡ്രസ്സീനിയ എന്നാണ് ഇതിൻ്റെ പേര്. ഡ്രസ്സീനിയ എന്തൊരു പേരാണ് ഇത്. പിന്നെ നമ്മളെ മഞ്ഞമുള കേട്ടോ, മഞ്ഞമുള. ഇത് എവിടുന്നോ ഒരു തൈ ഞാൻ വാങ്ങിയതാണ്. ഇതിൻ്റെ തൈ 100 രൂപക്ക് വാങ്ങിയതായിരുന്നു തൈ കേട്ടോ. പക്ഷെ ഇപ്പം ചട്ടിയിലായതുകൊണ്ടാണ് വലിയൊരു പിടുത്തം വിട്ട വളർച്ചയൊന്നും അതിനില്ല. എന്നാലും കുഴപ്പമില്ല. അതേപോലെ മറ്റേ ഇതും അതിൽ പെട്ടൊരു സാധനമാണ് കേട്ടോ. ഇതൊക്കെ നല്ല വെയിലുണ്ടായാലും നല്ല ഭംഗിയുണ്ടാവും. ഇതിൻ്റെ ഈ ഒരു മുറ്റത്തിൻ്റെ ഭാഗത്ത് വെയിൽ കുറവാണ്. അപ്പം അതാണ് കഴിയുമ്പോൾ പുള്ളിക്ക് മഞ്ഞ കളർ കുറവ്. ഞാൻ ഒരു പ്രാവശ്യം വെട്ടിയതായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ 3-4 ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അതൊരു ഞാൻ പറിച്ച് കളഞ്ഞാണ്ട്. ചില സമയത്ത് അങ്ങനെ തോന്നലാണ് ഇതൊക്കെ ഒഴിവാക്കണമെന്ന്. അപ്പം അങ്ങനെ അത് കളഞ്ഞതാണത്. അപ്പം ഇതിപ്പോൾ എന്തായാലും നല്ലപോലെ ആവുന്നുണ്ട്. നല്ല വെയിലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു 5-6 വെറൈറ്റീൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അത് കളയണ്ടായിരുന്നു എന്നിട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ തോന്നുന്നുണ്ട് എനിക്ക് കളയണ്ടായിരുന്നു എന്നൊക്കെ. എന്നാലും കുഴപ്പമില്ല, ഞാൻ കളക്ട് ചെയ്യും. എന്താ പറയുക, കുറേ ചെടികൾ പോയതിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. പക്ഷെ എന്താ ചെയ്യുക, സാരമില്ല, ചെയ്യാമല്ലോ. ഇത് നല്ലൊരു ചെടിയാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് തന്നതായിരുന്നു എനിക്ക്. പിന്നെ ഇത് പോയെടുത്തുനിന്ന് വീണ്ടും ഞാൻ അതിൻ്റെ ചെറിയൊരു തലപ്പ് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടാക്കി. 2 ചട്ടിയിലുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു ചട്ടിയിൽ ഫുള്ള് പോയി. ഇതൊരു ചട്ടിയിലാണ് ഇപ്പോൾ. നല്ല രസമുണ്ട് കാണാൻ. ഇതിലൊക്കെ നമുക്ക് അധികം മെയിൻ്റെനൻസും കാര്യങ്ങളും ഇതൊന്നും വേണ്ട. ശരി, ജസ്റ്റ് ഒന്ന് പിന്നെ പിടിക്കുന്നവരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എൻ്റെ പുതിയ അഗ്ലോണിമ ഇട്ടത് ഉണ്ടായിരുന്നതായിരുന്നു. ഞാൻ സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ വെച്ചതാണ്. അത് കുറച്ച് തൈകളൊക്കെ ആയിട്ട് സെയിലിനിടാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള അന്ന് അയച്ചുകൊടുത്ത ചെടികളിൽ 1-2 തൈകളൊക്കെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ ഉണ്ടാകും. ഇതൊക്കെ ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. മറ്റേതിന് ആവശ്യക്കാരില്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. കുറേ പേർക്ക് അത് കയ്യിലുള്ളതെന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളതൊക്കെ മുളച്ച് വരുന്നുണ്ട്. പുതിയ തൈകളൊക്കെ ആവണുണ്ട്. എന്തായാലും ആവണ സമയത്ത് ഞാൻ ചെറിയ റേറ്റിന് അത് ഇടും. അന്നേരം എല്ലാവരും എന്താണ് നോക്കുക. വേഗം തന്നെ കോൺടാക്ട് ചെയ്യണവർക്ക് ഞാൻ അയച്ചു കൊടുക്കും. ചെറിയ റേറ്റിനെ ഞാൻ ഇടുള്ളൂ എന്തായാലും. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ അടുത്ത് ഒരാഴ്ച ഇട്ടിട്ട് പുതിയ തൈ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവാതെ ഈ അഗ്ലോണിമക്കൊക്കെ എല്ലാവരും ഭയങ്കര റേറ്റായിരുന്നു. ഇതിന് അധികം കെയറിങ്ങും കാര്യങ്ങളോ ശരിക്കും വേണ്ട. ഇതുണ്ടോ, ഇത് ഞാൻ കട്ട് ചെയ്തതായിരുന്നു. പുതിയ തൈകളിൽ നിന്ന് മുളച്ച് വരുന്നുണ്ട്. അതും അതേപോലെ കട്ട് ചെയ്തതായിരുന്നു. ഇതൊക്കെ പുതിയ തൈകൾ മുളയ്ക്കുന്നുണ്ട്. ഈ അഗ്ലോണിമ ശരിക്കും എന്തുകൊണ്ട് ഇത്ര റേറ്റ് എന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാവണില്ല. കാരണം ഇത് നമ്മൾ അധികം കെയറിങ്ങും കാര്യങ്ങളൊന്നും ഇതിന് കൊടുക്കണ്ട. പക്ഷെ എന്നിട്ടും ഭയങ്കര റേറ്റാണ് അതിന്. അലങ്കാര ചെടി ആയതുകൊണ്ടായിരിക്കും. ഇത് അരേലിയാണ് കേട്ടോ. എന്ത് രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അരേലിയ. ഇതും ഇതേപോലെ തൈകൾ പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ ഏകദേശം പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ വേരുകളുള്ള താഴേക്ക് തൂങ്ങി നിൽക്കുന്ന ഭാഗത്ത് വേരുകളുണ്ടാവും. അവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ നടുകയാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് പിടിക്കും കേട്ടോ. ഞാൻ അതേപോലെ പിടിപ്പിച്ച് തന്നെയാണ് ആ ഇതിൽ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ നാടൻ റോസുകളാണ്. ഈ നാടൻ റോസുകൾ
ഒരു കെയറിയും കാര്യങ്ങളൊന്നും വേണ്ടത്. ജസ്റ്റ് ഞാൻ വെട്ടിയ സമയത്ത് അവിടെ കുത്തിയിട്ട് കൊടുത്താണ്. നമ്മൾ ഇഷ്ടം പോലെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടേ ഉള്ളൂ. നല്ല വൈറ്റല്ല, നല്ല പിങ്കും അല്ല, നല്ലൊരു കളറാണത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ പൂവൊക്കെ ഉള്ള സമയത്ത് നല്ല രസമാണ് കാണാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ ഇപ്പോഴുള്ള ബഡ് റോസുകൾ നന്നില്ലല്ലോ. ഈ കാണുന്ന ഈ ജീവി ഭയങ്കര ശല്യമാണ് കേട്ടോ. അത് ചെടികളൊക്കെ നശിപ്പിക്കും. അതുപോലെ ഇതും നമ്മളെ സാധാ റോസാണത്. കൊമ്പ് നട്ടാൽ തന്നെ ഇഷ്ടം പോലെ പൂക്കളും ഉണ്ടാവും, ഉഷാറായിട്ടുണ്ടാവും ചെയ്യും. നമ്മൾ ഈ ബഡ് റോസ് വാങ്ങിക്കഴിയുമ്പോൾ കൊണ്ടുവരുമ്പോൾ ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. എനിക്ക് ഇഷ്ടമല്ല, മതിയായി എനിക്ക് ആ ചെടി റോസിനെ കൊണ്ട് ഉണ്ടാവുന്നേ ഇല്ല. അതുപോലെ നമ്മളെ മുറ്റത്ത് പഴത്തിലെ പാഷൻ ഫ്രൂട്ടാണ് കേട്ടത്. മാഷാ നല്ല ഉഷാറായിട്ടുണ്ട്, അടിപൊളിയുണ്ട്. നല്ലൊരു എന്താ മേലേക്ക് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇത് രാവിലെ എടുക്കുന്നതിനെ കൊണ്ട് തന്നെ പ്രത്യേക ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു രാവിലെ വീഡിയോ എടുക്കുമ്പോഴാണ് അധികം ഒരു ഭംഗി ചെടികൾക്കൊക്കെ വരുന്നത് കേട്ടോ. അന്തരീക്ഷം പ്രത്യേക ഒരു കാമുള്ള സമയമല്ലേ, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇന്നിങ്ങനെ രാവിലെ കുറച്ച് ഫ്രീ ആയ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്താണ് പറയുക, നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ നേരിട്ട് കാണുന്നതിനെക്കാട്ടും ഭംഗി തോന്നുന്നുണ്ട് വീഡിയോയിൽ കാണുമ്പോൾ. ഇത് ഞാൻ നട്ട റോബസ്റ്റ് വാഴയാണ് ഇട്ടത്, കാണിച്ചെന്നുള്ളൂ. അതേപോലെ ഈ ഒരു ചെടി അരേലിൻ്റെ ഒരു ഫാമിലിപ്പെട്ട ചെടിയാണത്. പക്ഷെ എന്താണ് പറയുക, അത് ആകെ എന്തോ ആയിട്ടുണ്ട്. ഞാൻ നനച്ചിട്ട് ഉഷാറാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ പണ്ട് ഇതൊക്കെ വലിയ മരങ്ങളായിട്ടുണ്ടായിരുന്ന ചെടികളാണ്. ഇപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ ചട്ടികളിലായി മാറിയില്ലേ. അതുപോലെ ഈ ചെടി, ഇതിന്മേൽ നമ്മൾ മുട്ടൻ്റെ തോലൊക്കെ ഇങ്ങനെ മുട്ട ജസ്റ്റ് കൊമ്പത്തിട്ടാലൊക്കെ നല്ല രസമാണ് കാണാൻ. ഇതൊന്നും ഇപ്പോൾ എവിടെയും കാണലില്ല. അതുപോലെ ഈ ഒരു പൈനാപ്പിൾ ചെടി, ഇതെനിക്ക് എവിടെ നിന്നോന്ന് കിട്ടിയ ചെറിയ തയ്യായിരുന്നു. അത് ഞാൻ കളയാണ്ടങ്ങനെ. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.